ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൺകോഡ് എന്ന് പറയുന്നത്. കോൺകോഡ് മീൻസ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. നമുക്ക് നോക്കാം എന്താണ് ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്നുള്ളത്. ഏതൊരു സെൻറ്റൻസ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം സബ്ജക്റ്റിനെയും സബ്ജക്റ്റ് ചെയ്യുന്ന ക്രിയയായ വേർബിനെയും. ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് ബേർഡ്സ് ഫ്ലൈ എന്നാണ്. ബേർഡ്സ് നമുക്കറിയാം പ്ലൂറൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ബേർഡ്സ് ആണ് സബ്ജക്റ്റ്. അതായത് ആരെക്കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ ആരാണോ ആ ഒരു കാര്യം ചെയ്യുന്നത് ആ ആളിനെയാണ് നമ്മൾ മലയാളത്തിൽ കർത്താവെന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബേർഡ്സ് ആണ്, പക്ഷികൾ. ഒന്നിൽ കൂടുതൽ പക്ഷിയുണ്ട്, അപ്പോൾ പക്ഷികളാണ് ബേർഡ്സ്. പക്ഷികൾ പറക്കുന്നു എന്ന് പറയുന്നത് ബേർഡ്സ് ഫ്ലൈ എന്നാണ്. എങ്ങനെയാണ് ഈ ഫ്ലൈ ഇവിടെ വന്നിരിക്കുന്നത്? ഫ്ലൈ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് പറക്കുക എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഫ്ലൈ എന്ന ആ ഒരു വേർഡ് പറക്കുക എന്നുള്ള കംപ്ലീറ്റ് മീനിങ് വരുന്നത് ഈ ഫ്ലൈ എന്ന വേർഡിനോടൊപ്പം ഡു എന്ന് പറയുന്ന വേർബിൻ്റെ ഫോം കൂടെയുണ്ട്. അപ്പോൾ ഓർക്കേണ്ട കാര്യം അതാണ്, ഡു പ്ലസ് ഫ്ലൈ ആണ് ഫ്ലൈ എന്ന് പറയുന്നത്. അതായത് പറക്കുക എന്ന് പറയുന്ന ഒരു വേർഡ് അതൊരു ക്രിയയാകുന്നത് അതിനോടൊപ്പം ഡു ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബേർഡ്സ് പ്ലസ് ഡു പ്ലസ് ഫ്ലൈ ആണ് ബേർഡ്സ് ഫ്ലൈ. ഇനി ഒരു പക്ഷിയാണ് പറക്കുന്നത്, അത് നമ്മളെങ്ങനെയാണ് പറയുക? ബേർഡ് ഫ്ലൈസ് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഫ്ലൈസ് വന്നേ? ബേർഡ് എന്ന് പറയുന്നത് സിംഗുലറാണ്, ഒരു പക്ഷിയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഡൂവിൻ്റെ കൂടെ ഒരു ES കൂടെ ചേർത്ത് ഡസ് പ്ലസ് ഫ്ലൈ ആണ് വരുന്നത്. അപ്പോൾ ഡസ് പ്ലസ് ഫ്ലൈ നമ്മൾ എന്താണ് ജോയിൻ ചെയ്ത് ഫ്ലൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബേർഡ് ആയതുകൊണ്ട് അവിടെ ബേർഡ് പ്ലസ് ഡസ് പ്ലസ് ഫ്ലൈ ആയതുകൊണ്ട് ബേർഡ് ഫ്ലൈസ് എന്ന് നമ്മൾ ക്ലബ് ചെയ്ത് പറയുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, ഇതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ ആ വേർബിനോടൊപ്പം ഡു ആണ് വരുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ ഡു ഓ ഡസോ എഴുതാറില്ല, പക്ഷേ അവിടെ നമ്മൾ സിംപ്ലി ആ ഫ്ലൈ എന്ന് മാത്രം നമ്മൾ പറയും. അതുപോലെ കൗ ഈറ്റ്സ് ഗ്രാസ് എന്നാണ് പറയുന്നത്. കാരണം കൗ സിംഗുലർ ആയതുകൊണ്ട് ഈറ്റ്സ് ആണ് വരുന്നത്. കൗസ് ആയിരുന്നെങ്കിലോ അവിടെ ഈറ്റ് ആയിരിക്കും വരുന്നത്. ഇതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിന് കുറച്ച് റൂൾസ് പല സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഷീ ഹാസ് എ കാർ, അവൾക്കൊരു കാറുണ്ട് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? അവൾ, ഷീ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഒരാളായതുകൊണ്ട് അവിടെ ഹാസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹീ ഹാസ്, അവൻ ഒരാളേ ഉള്ളൂ, ഹാസ് ആണ്. ഇറ്റ്, അത്, അതിനുണ്ട്. അപ്പോൾ ഇറ്റ് ഹാസ് എ ബ്യൂട്ടി, അതിനൊരു ഭംഗിയുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഒന്നാണ്, ഒരു കാര്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ് ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. റാം ഹാസ്, അതുപോലെ റാം ഒരാളുടെ പേര് പറയുന്നു, അയാൾ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഹാസ് ആണ് അവിടെ വരുന്നത്. ദേ ആണെങ്കിലോ, അതായത് ദേ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്, ഒന്നിൽ കൂടുതൽ പേരെയാണ് നമ്മൾ ദേ എന്ന് പറയുന്നത്. 2 പേരാണെങ്കിലും ദേ ആണ് പറയുന്നത്, 2ൽ കൂടുതലാണെങ്കിലും ദേ ആണ് പറയുന്നത്. അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഹാസ് അല്ല ഹാവ് ആണ്. അതുപോലെ രാം, ഗോവിന്ദ് ആൻഡ് ഷീല 3 പേരുടെ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് ഹാവ് ആണ് വരുന്നത്. ഇനി ഐ, ഞാൻ. ഈ ഐ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ഇതൊരു പ്രൊനൗണാണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ സിംഗുലർ ആണെങ്കിലും അതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള വേർബാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു എക്സെപ്ഷണൽ ക്യാരക്ടറാണ്. ഐ എന്ന് പറയുന്ന ആളിനെ നമ്മൾ ഒരു പ്രത്യേക ആളായിട്ടാണ് കാണുന്നത്. നമുക്കറിയാം ഐ ഈസ് എന്ന് നമ്മൾ പറയാറില്ല, ഐ ആം എന്നാണ് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ ഐയുടെ കൂടെ ഹാസ് അല്ല ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ജനറലി ഇറ്റ്സ് ആൻ എക്സെപ്ഷണൽ കേസ്. നോക്കാം, നമുക്ക് റൂൾസിലേക്ക് കടക്കാം. റൂൾ നമ്പർ 1 നോക്കാം. എ പോയറ്റ് ആൻഡ് എ ക്രിറ്റിക് ആർ വിസിറ്റിംഗ് അവർ കോളേജ്. ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് കാണാം എ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഒരു കവിയും ഒരു വിമർശകനും ഒരു നിരൂപകനും കോളേജിൽ വിസിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അവിടെ എ റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് അതിനർത്ഥം എന്താണ്? 2 പേരാണ്, അതായത്
രണ്ട് പേരാണ്, ഒരാൾ ഒരു കവിയും ഒരാൾ ഒരു ക്രിറ്റിക്കുമാണ്. അപ്പോൾ എ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ട് രണ്ട് പേരാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ട് അവിടെ ആറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എ പോയറ്റ് ആൻഡ് എ ക്രിറ്റിക്. അടുത്തത് നോക്കിക്കേ, എ പോയറ്റ് ആൻഡ് ക്രിറ്റിക്. ഇവിടെ എ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ മീനിങ് ഒരാളാണ്. അതായത് കവിയും നിരൂപകനും ഒരാൾ തന്നെയാണ്. ആ ആൾ കോളേജിൽ വരുന്നു, സന്ദർശിക്കുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളായതുകൊണ്ട് നമ്മളവിടെ ആറല്ല ഇസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ദി എന്ന ആർട്ടിക്കിൾ റിപ്പീറ്റ് ചെയ്താലും ഇങ്ങനെ തന്നെയാണ്. ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ വെർ ആബ്സെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പേരാണ് എന്നാണ് അർത്ഥം. കാരണം ദി അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ അതിനർത്ഥം സെക്രട്ടറിയും ട്രഷററും ഒരാൾ തന്നെയാണ്. ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ വാസ് ആബ്സെൻ്റ് എന്നാണ് വരുന്നത്. ഇനി നോക്കിക്കേ, മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ. രണ്ട് പ്രാവശ്യം മൈ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആറാണ്. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ആർ ഹിയർ എന്നാണ്. ഇനി മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്നേ ഉള്ളെങ്കിലോ അതിനർത്ഥം ഒരാളാണ്. എൻ്റെ അങ്കിളും ഗാർഡിയനും ഒരാൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതൊന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കിയേ, എൻ്റെ അങ്കിളും ഗാർഡിയനുമായ ആൾ വരുന്നു എന്നാണ്. മറ്റേ സെൻറ്റൻസോ മൈ റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ എങ്ങനെയാണ്, എൻ്റെ അങ്കിളും എൻ്റെ ഗാർഡിയനും വരുന്നു, രണ്ടും രണ്ട് പേരാണ്. റൂൾ നമ്പർ 2, രണ്ട് വേർഡ്സ്, രണ്ട് സെപ്പറേറ്റ് ആയ വേർഡ്സാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത്. രണ്ട് പേരാണല്ലോ, അതുകൊണ്ട് രണ്ടിനെയും പ്ലൂറലായിട്ടാണ് കാണുന്നത്, ബഹുവചനം. എന്നാൽ ചില കേസിൽ ഈ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണെങ്കിൽ കൂടി അത് ഒന്നിച്ച് കൺവേ ചെയ്യുന്നത് ഒരാശയമാണെങ്കിൽ നമുക്കതിനെ സിംഗുലറായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ യൂണിറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കിയേ, ബ്രെഡ് ആൻഡ് ബട്ടർ. നമ്മൾ രണ്ടും രണ്ട് കമ്മോഡിറ്റീസാണ്. പക്ഷേ ഇതിൻ്റെ പേർപ്പസ് എന്താണ്? രണ്ടുപേരും ഒന്നിച്ചല്ലേ ചേർന്ന് ഒരൊറ്റ കാര്യമല്ലേ ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെ നമ്മൾ ഒന്നായിട്ടല്ലേ കാണുന്നത്. ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡ് ആൻഡ് ജാം, ഇഡ്ഡലി ആൻഡ് സാമ്പാർ, ഇതൊക്കെ എന്ന് പറയുന്നത് ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇഡ്ഡലി ആൻഡ് സാമ്പാർ ആർ എന്ന് പറയണ്ട, ഇഡ്ഡലി ആൻഡ് സാമ്പാർ ഈസ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ബ്രെഡ് ആൻഡ് ബട്ടർ ആർ എന്ന് പറയേണ്ട, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എന്ന് പറയാം, അല്ലെങ്കിൽ വാസ് എന്ന് പറയാം. ഏതാണോ അത് ടെൻസ് അനുസരിച്ച് മാറിയാലും പ്ലൂറൽ എന്ന് നമ്മൾ കണക്കാക്കാറില്ല, ഒന്നായിട്ടാണ് കണക്കാക്കാറുള്ളത്. പെൻ ആൻഡ് ഇങ്ക് രണ്ടും രണ്ടാണെങ്കിലും യൂസ് എന്താണ്? പെന്നിൽ ഇങ്ക് അപ്ലൈ ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എഴുതാൻ വേണ്ടി ഉപയോഗിക്കുക. എഴുതുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് യൂസ് ചെയ്യുന്ന രണ്ടുപേരും ഒരേപോലെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പെന്നിനെയും ഇങ്കിനെയും നമ്മൾ രണ്ടായിട്ടല്ല കാണുന്നത്, ഒന്നായിട്ടാണ്. അപ്പോൾ പെൻ ആൻഡ് ഇങ്ക് ഈസ് എന്ന് വേണം പറയാൻ, ആർ എന്നല്ല. റൂൾ നമ്പർ 3, ദ പ്രസിഡൻറ്റ് ആസ് വെൽ ആസ് ദ മെമ്പേഴ്സ് വാസ് പ്രസൻറ്റ്. ഈ ഒരു സെൻറ്റൻസ് നോക്കിക്കേ, രണ്ട് പേരുണ്ട്, അതായത് പ്രസിഡൻറ്റിനെ കുറിച്ചും മെമ്പേഴ്സിനെ കുറിച്ചും. പ്രസിഡൻറ്റും മെമ്പർമാരും പ്രസൻ്റ് ആയിരുന്നു, അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഇവിടെ രണ്ട് തരം ആളുകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വാസ് ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? കാരണം ഇവിടെ ആസ് വെൽ ആസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആസ് വെൽ ആസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മെമ്പേഴ്സിനെ പോലെ തന്നെ പ്രസിഡൻറ്റും അവിടെ എത്തിയിരുന്നു, അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് ഈ സെൻറ്റൻസ് പറയുന്നത്? പ്രസിഡൻറ്റിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അതായത് മെമ്പേഴ്സിനെ പോലെ തന്നെ പ്രസിഡൻറ്റും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അവിടെ വാസ് ആണ് പറയുന്നത്. ഒരിക്കലും ആസ് വെൽ ആസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആൻഡ് എന്നല്ല. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മറ്റേ ആളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അടുത്തത്, ദ റോബർ ടുഗെദർ വിത്ത് ഹിസ് ഗാങ് വാസ് ക്യാപ്ചേർഡ്. കള്ളനും അതായത് റോബറും അയാളുടെ കൊള്ളക്കാരനും അയാളുടെ ഗ്യാങ്ങും പിടിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇതിൽ രണ്ടും കൊള്ളക്കാരനും ഗ്യാങ്ങും എന്ന് പറയുമ്പോൾ നോക്കിക്കേ ഒരുപാട് പേരില്ലേ. പക്ഷേ അങ്ങനെയല്ല കണക്കാക്കേണ്ടത്. ഇവിടെ ടുഗെദർ വിത്ത് എന്ന് പറയുന്നതിന് അർത്ഥം ഗ്യാങ്ങിനോടൊപ്പം റോബറേയും പിടിക്കപ്പെട്ടു. അവിടെ
നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു കോമ അല്ലേ, 2 കോമാസ് കാണാൻ കഴിയും. അതായത് ദ റോബറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ടുഗെദർ വിത്ത് ഹിസ്, എലോങ് വിത്ത് ഹിസ് എന്ന് പറഞ്ഞാൽ ഗാങ്ങിനോടൊപ്പം റോബറിനെയും പിടിച്ചു. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് റോബറിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ സെൻറ്റൻസിൽ. അതുകൊണ്ട് വാസ് ആണ് വന്നിരിക്കുന്നത്. ഇനി ദ സ്റ്റുഡൻസ് റാദർ ദാൻ ദ കണ്ടക്ടർ വർ റെസ്പോൺസിബിൾ ഫോർ ദ ട്രബിൾ. കണ്ടക്ടറിനെ അല്ല, ഇവിടെ സ്റ്റുഡൻസ് ആണ് ഇവിടെ ട്രബിളിന് കാരണക്കാരായിട്ടുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണ് വേറ് വന്നത്? ഇവിടെ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ വേറ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെയും കണ്ടക്ടറിനെയും ഉദ്ദേശിച്ചല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? സ്റ്റുഡൻസിനെ പറ്റിയാണ്. അപ്പോൾ വിദ്യാർത്ഥികളായതുകൊണ്ട് അവിടെ വേറ് വന്നു. ഇനി ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ചായിരുന്നെങ്കിലോ എ സ്റ്റുഡൻറ്റ് റാദർ ദാൻ ദ കണ്ടക്ടർ ആയിരുന്നെങ്കിൽ വാസ് അവിടെ വന്നേനെ. അപ്പോൾ എന്താണ് റൂൾ 3 പറയുന്നത്? ആസ് വെൽ ആസ്, അതുപോലെ വിത്ത്, അതുപോലെ എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് മച്ച് ആസ്, rather than, in the company of, in addition to, accompanied by, ഇങ്ങനെയുള്ള വേർഡ്സ് ഇടയ്ക്ക് വന്നാൽ അതിനർത്ഥം ഇതിന് മുൻപേ പറഞ്ഞ ആളിനെക്കുറിച്ച്, അതായത് ആദ്യം പറഞ്ഞ ആളിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ആൾ പ്ലൂറലാണോ സിംഗുലറാണോ എന്നനുസരിച്ചായിരിക്കും വേർബ് ഈസോ ആറോ വാസോ വേറോ ഒക്കെ ആകുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പാസ്റ്റ് ആണെങ്കിൽ വാസും വേറും യൂസ് ചെയ്യും, പ്രസൻറ്റ് ആണെങ്കിൽ ഈസും ആറും യൂസ് ചെയ്യും എന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് പ്ലൂറലാണോ സിംഗുലറാണോ ഒരു സബ്ജക്റ്റ് എന്നുള്ളതിനെ അനുസരിച്ച് എങ്ങനെ വേർബ് മാറും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ കോൺകോർഡ് റൂൾസിൽ പഠിക്കുന്നത്. നോക്കാം റൂൾ നമ്പർ 4. നമ്മൾ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളതിനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്, അതായത് അതിനെ ഒറ്റയായിട്ടാണ് കാണുന്നത്. എന്നാൽ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ നോക്കുമ്പോൾ നമ്മൾ പ്ലൂറലായിട്ട് പറയാറുണ്ട്. അതായത് അവർ ടീം ഈസ് പ്ലേയിങ് ടുഡേ, ഞങ്ങളുടെ ടീം ഇന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ ആ ടീമിനെ, ആ ഗ്രൂപ്പിനെയാണ് കാണുന്നത്, ഒരു യൂണിറ്റായി കാണുന്നത് കൊണ്ട് ഈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ദ ടീം ആർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ടീം മെമ്പേഴ്സിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ദ ടീം മെമ്പേഴ്സ് ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് ദ ടീം ആർ ടേക്കിംഗ് റെസ്റ്റ് നൗ എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് റെസ്റ്റ് എടുക്കുന്നു എന്നാണ്. ഇസ് എന്ന് വന്നാൽ ആ ടീമിനെ ഒറ്റയ്ക്ക് ഒന്നിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് ഇസ് വന്നു. ഇനി നമുക്കറിയാം ക്ലാസ്, ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്ലാസ്, അസംബ്ലി, ഓഡിയൻസ്, ഇതൊക്കെ ഒരു ഗ്രൂപ്പാണ് അല്ലേ. ഓഡിയൻസ് ആരെന്ന് നമ്മൾ പറയില്ല, ഓഡിയൻസ് ഇസ് എന്നേ പറയുള്ളൂ. ഫാമിലി ഒരുപാട് പേരടങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരടങ്ങുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. എന്നാൽ ഫാമിലി നമ്മൾ പ്ലൂറലായിട്ടല്ല ഇസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നായിട്ടാണ് കാണുന്നത്, സിംഗുലർ എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. സ്റ്റാഫ്, കമ്മിറ്റി, കൗൺസിൽ, ആർമി, ക്രൂ, കമ്മീഷൻ, ഇതൊക്കെ നമ്മൾ സിംഗുലറായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അതായത് എപ്പോഴും നമ്മൾ പ്ലൂറലായിട്ട് കണക്കാക്കുന്ന 2 ഗ്രൂപ്പ്സ് ഉണ്ട്. അതൊന്ന് പുലിസും ഒന്ന് കാറ്റിലുമാണ്. പുലിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുലിസ് ഈസ് എന്ന് പറയില്ല, ദ പുലിസ് ആർ എന്നേ പറയൂ. പുലിസ് ആർ, ഒരിക്കലും പുലിസ് ഇസ് എന്ന് പറയരുത്. ഇനി ദ പുലിസ് മാൻ ഇസ് എന്ന് പറയാം, പോലീസുകാരൻ എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ദ പുലിസ് മാൻ എന്ന് പറയാം, പുലിസ് മാൻ ഇസ് എന്ന് പറയാം. പക്ഷേ പുലിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് കൺസിഡേർഡ് ഓൾവേസ് പ്ലൂറൽ. പിന്നെ കാറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കന്നുകാലികൾ എന്നാണ്. അതിനെയും നമ്മൾ ആ ഒരു വർഗത്തെ മുഴുവൻ പറയുന്ന ആയതുകൊണ്ട് നമ്മൾ കാറ്റിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ആറാണ് യൂസ് ചെയ്യുന്നത്. ഇനി സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് പബ്ലിക് എന്ന് പറയുന്നത്. പബ്ലിക്കിനെ നമുക്ക് പബ്ലിക് ഇസ് എന്നും വേണമെങ്കിൽ പറയാം, പബ്ലിക് ആർ എന്നും പറയാം. ഇനി മറ്റൊരു റൂളാണ്, ചില വേർഡ്സ് ഉണ്ട്, ന്യൂസ്, പൊളിറ്റിക്സ്, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ വേർഡ്സിൻ്റെയൊക്കെ എൻഡിൽ എസ് വരുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനെ പ്ലൂറലായിട്ട് കാണില്ല, സിംഗുലറായിട്ടേ കാണാറുള്ളൂ. ന്യൂസ് ആർ എന്ന് പറയില്ല, ന്യൂസ് ഇസ് എന്നേ പറയൂ. അതുപോലെ തന്നെ പൊളിറ്റിക്സ് ആർ അല്ല, പൊളിറ്റിക്സ് ഇസ് ആണ്. ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിനെ ഒന്നായിട്ടാണ് കാണുന്നത്, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ്, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വാസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റൂൾ, നമ്മൾ ഹൈറ്റ് പറയുമ്പോൾ, വെയ്റ്റ് പറയുമ്പോൾ,
അതുപോലെ ദൂരം പറയുമ്പോൾ, ഡിസ്റ്റൻസ് പറയുമ്പോൾ, തുക, എമൗണ്ട് ഓഫ് മണിയെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെയും നമ്മൾ സിംഗുലറായിട്ടേ പറയാറുള്ളൂ, അതിനെയൊക്കെ എടുക്കാറുള്ളൂ. ഇപ്പോൾ 6 feet 6 അടി, ഫുട്ടിൻ്റെ പ്ലൂറലാണ് ഫീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ 6 അടി എന്നുള്ളതിനെ നമ്മൾ പ്ലൂറലായിട്ടല്ല കണക്കാക്കുന്നത്, അവിടെ ഇസ് എന്നാണ് പറയുന്നത്, സിംഗുലറായിട്ടേ കണക്കാക്കാറുള്ളൂ. ഹൈറ്റ് പറയുമ്പോൾ, അതുപോലെ വെയിറ്റ് പറയുമ്പോൾ 50 kilograms എന്ന് പറയരുത്, 50 kilograms ഇസ് എന്നേ പറയാവൂ. ഡിസ്റ്റൻസ് പറയുമ്പോൾ 20 kilometers എന്ന് പറയരുത്, 20 kilometers ഇസ് എന്നേ പറയാവൂ. അതേപോലെ 10 rupees അല്ല, 10 രൂപകൾ എന്നല്ല നമ്മൾ പറയുന്നത്, 10 രൂപ എന്നാണ് പറയുന്നത്. അതുപോലെ 10 rupees അല്ല, 10 rupees ഈസ് ആണ് ശരിയായ യൂസേജ്. നെക്സ്റ്റ് റൂൾ, നമ്മൾ പറയാറുണ്ട് അവിടെ കുറച്ച് ബുക്ക് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അവിടെ കുറച്ച് നോവൽസ് ഇരിപ്പുണ്ട്, അവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ദയർ കഴിഞ്ഞ് 6 വരണോ അല്ലെങ്കിൽ ഈസ് വരണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ശേഷം നമ്മൾ പറയാൻ പോകുന്ന എന്ത് കാര്യത്തെക്കുറിച്ചാണോ അത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നോക്കുക. ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ ഇസോ വോസോ യൂസ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ കാര്യത്തെ സംബോധന ചെയ്യാനാണെങ്കിൽ അവിടെ വേറോ ആറോ യൂസ് ചെയ്യുക. ഇപ്പോൾ ദെയർ ആർ സം ഗുഡ് നോവൽസ് ഇൻ മൈ ഷെൽഫ്, എന്നാൽ ദെയർ ഈസ് എ ബുക്ക് ഓൺ മൈ ടേബിൾ എന്നാണ്. ഇവിടെ എന്താണ് ആറും ഇസും വരാൻ കാര്യം? ഇസ് വന്നത് അവിടെ ഒരു ബുക്കേ ഉള്ളത് കൊണ്ടാണ് ദെയർ ഇസ് എ ബുക്ക് എന്ന് വന്നത്. ഒരുപാട് നോവൽസ് ഉണ്ട്, കുറച്ച് നോവൽസ് ഉണ്ട്, അപ്പോൾ കുറേ ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ 6 വന്നത്. അതുപോലെ തന്നെ ദെയർ ഇസ് എ സ്മോൾ ടേണിങ്, അവിടെ ചെറിയൊരു വളവുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ് ആണ്. ഇനി ഒരുപാട് വളവുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ പറയും? ദെയർ ആർ സ്മോൾ ടേണിങ്സ് എന്ന് പറയും. നെക്സ്റ്റ് റൂൾ ഇതാണ്, വൺ ഓഫ് ഹിസ് ചേർത്ത് വരുന്ന വേർഡ്സിൻ്റെ റൂൾസാണ്. എൻ്റെ ഒരുപാട് അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരിൽ ഒരാൾ എന്ന് നമ്മൾ പറയുമ്പോൾ വൺ ഓഫ് ഹിസ് ബ്രദേഴ്സ് ഇസ് വേണം യൂസ് ചെയ്യാൻ. സിംഗുലറായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. കാരണം എൻ്റെ ബ്രദേഴ്സിൽ ഒരാളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും തെറ്റ് വരാൻ സാധ്യതയുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസ് സ്ട്രക്ചർ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വൺ ഓഫ് ഹിസ് ബ്രദേഴ്സ് എന്ന്, അല്ലെങ്കിൽ വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ്, വൺ ഓഫ് ദ പ്ലെയേഴ്സ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളിൽ ഒരുപാട് പേരിൽ ഒരാൾ എന്നാണ്. ആ ഒരാളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ സിംഗുലറായിട്ടാണ് കണക്കാക്കുന്നത്. ഇസോ ഓസോ ആണ് യൂസ് ചെയ്യുന്നത്, ആറ് യൂസ് ചെയ്യാറില്ല. വൺ ഓഫ് ഹിസ് ബ്രദേഴ്സ് ഇസ് ഇൻ കാനഡ, അവൻ്റെ സഹോദരന്മാരിൽ ഒരാൾ കാനഡയിലാണ്. അതുപോലെ തന്നെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് ബീൻ സെലക്റ്റഡ് ടു ദ ക്രിക്കറ്റ് ടീം, എൻ്റെ കൂട്ടുകാരിൽ ഒരാളെ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ ഹാവ് അല്ല ഹാസ് ആണ് വന്നത്. കാരണം എന്താണ്? എൻ്റെ കൂട്ടുകാരിൽ ഒരാളിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് ഹാസ്. വൺ ഓഫ് ദ പ്ലെയേഴ്സ് വാസ് ഇൻജേർഡ്, കണ്ടോ, കളിക്കാരിൽ ഒരാൾ, അതുകൊണ്ട് വാസ് ആണ് വന്നത്. റൂൾ നമ്പർ 8, എ ലോട്ട് ഓഫ്, ലോഡ്സ് ഓഫ്, പ്ലെൻറ്റി ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, ഈ ഒരു യൂസേജസ് ഒക്കെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് വേർബ് യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലറാണോ പ്ലൂറലായിട്ടുള്ള വേർബാണ് യൂസ് ചെയ്യുന്നത് എന്നെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതായത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ, അതായത് ചില വേർഡ്സ് നമുക്ക് എണ്ണാൻ കഴിയില്ല. ഇപ്പോൾ മിൽക്ക്, നമുക്കത് എന്താണ്, എണ്ണാൻ കഴിയില്ല. ഒരു മിൽക്ക് എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. പക്ഷെ ക്വാണ്ടിറ്റി ആയിട്ടാണ് പറയുന്നത്. 1 liter ഓഫ് എന്ന് പറയാം, പക്ഷെ അല്ലാതെ മിൽക്കിനെ നമുക്ക് എണ്ണാൻ കഴിയില്ല. അപ്പോൾ അതിനെ അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗണായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ ഇസ് ആയിട്ട്, പ്ലെൻറ്റി ഓഫ് എന്ന് പറയുന്ന യൂസേജ് വന്നതിന് ശേഷം ഇതുപോലെ അൺകൗണ്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫോളോ ചെയ്ത് വരേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബാണ്. പ്ലെൻറ്റി ഓഫ് മിൽക്ക് ആറല്ല. പ്ലെൻറ്റിന്ന് കേൾക്കുമ്പോൾ ഒരുപാടെന്ന് തോന്നും, എങ്കിലും നിങ്ങൾ നോക്കേണ്ടത് അതിന് ശേഷം വരുന്നത് കൗണ്ടബിൾ ആയിട്ടുള്ള വേർഡാണോ അൺകൗണ്ടബിൾ ആയിട്ടുള്ള വേർഡാണോ എന്നാണ്. അപ്പോൾ പ്ലെൻറ്റി ഓഫ് മിൽക്ക്, മിൽക്ക് അൺകൗണ്ടബിൾ ആയതുകൊണ്ട് പിന്നെ വരുന്നത് ഇസ് ആണ്. അടുത്തത് നോക്കിക്കേ, ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള നൗണാണ്. മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ്, സോറി ഇഫ് എന്നാണ്, ഓഫ് ആണ്. മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആണ്.
അപ്പോൾ മോസ്റ്റ് ഓഫിന് ശേഷം വന്നിരിക്കുന്ന നൗൺ എന്ന് പറയുന്നത് കൗണ്ടബിൾ, നമുക്ക് മെമ്പേഴ്സിനെ എണ്ണാൻ കഴിയും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അതിനുശേഷം പ്ലൂറൽ, ധൈര്യമായിട്ട് പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാം, വേറെന്ന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആർ, പ്രസൻറ്റ് ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസ്. ഇവിടെ ഒരു സെൻറ്റൻസ് ഞാൻ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രസൻറ്റ് ടെൻസ് ആയിരുന്നെങ്കിലോ ആർ എന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, മോസ്റ്റ് ഓഫിന് ശേഷം വന്നത് മെമ്പേഴ്സ് എന്നാണ്. അതായത് മെമ്പേഴ്സിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് പ്ലൂറലായിട്ട് കണക്കാക്കുന്നു. ഇനി സിംഗുലറിനും പ്ലൂറലിനും ഒരേ ഫോമുള്ള വേർഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഷീപ്പ്, ഒരിക്കലും ഷീപ്സ് എന്ന് പറയില്ല, ഷീപ്പ് എന്നേ പറയൂ. സീരീസസ് എന്ന് പറയില്ല, സീരീസ് എന്ന് എപ്പോഴും സിംഗുലറിനും പ്ലൂറലിനും. ഇപ്പോൾ 2 സീരീസ്, 3 സീരീസ്, സീരീസസ് എന്ന് പറയാറില്ല. സ്പീഷീസ്, സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും നമ്മൾ പറയാൻ രണ്ടിനും സ്പീഷീസ് എന്നാണ്. 1 സ്പീഷീസ്, 2 സ്പീഷീസ്, 3 സ്പീഷീസ് എന്ന് തന്നെയാണ് പറയുന്നത്. മീൻസ്, മീനല്ല മീൻസ് ആണ് എപ്പോഴും സിംഗുലറിനും പ്ലൂറലിനും. അതുപോലെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയില്ല, ഹെഡ് ക്വാർട്ടേഴ്സ് എന്നേ പറയൂ. ഇന്നിങ്സ്, ഡിയർ, എയർക്രാഫ്റ്റ്, ഒരിക്കലും ഡിയേഴ്സ് എന്ന് പറയരുത്, എയർക്രാഫ്റ്റ്സ് എന്ന് പറയരുത്, ഇന്നിങ് എന്ന് പറയരുത്, ഇന്നിങ്സ് എന്നാണ്. ഒന്നിനും നമ്മൾ ഇന്നിങ്സ് എന്നാണ് പറയുന്നത്. 1 ഇന്നിങ്സ്, 2 ഇന്നിങ്സ്, 3 ഇന്നിങ്സ് ഇങ്ങനെയാണ് പറയുന്നത്. നോക്കിക്കേ, ദിസ് ഷീപ്പ് ഇസ് ഗുഡ്, ദ ഷീപ്പ് ആർ ഗുഡ്, 2 രീതിയിലും നമുക്ക് പറയാം. പക്ഷേ ഒരിക്കലും ഷീപ്സ് എന്ന് യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് റൂൾ, മെനി എ, മോർ ദാൻ 1 എന്ന യൂസേജസ് വന്നാൽ അതിനുശേഷം സിംഗുലറായിട്ട് വേണം വേർബ് യൂസ് ചെയ്യാൻ. മെനി എ പാസഞ്ചർ ആർ എന്ന് പറയരുത്, വേറെന്നും പറയരുത്, ഈസ് എന്നോ വാസ് എന്നോ പറയാം. മെനി എ പാസഞ്ചർ വാസ് ഹേർട്ട് ഇൻ ദ ആക്സിഡൻറ്റ് എന്ന് പറയാം. മോർ ദാൻ 1 സർജറി ഇസ് നീഡഡ്, കാരണം എന്താണ്, മോർ ദാൻ ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മെനി എയോ മോർ ദാൻ 1 വന്നതിന് ശേഷം വരുന്നത് സിംഗുലറായിട്ടുള്ള വേർബ്സ് ആയിരിക്കും. അടുത്തത്, എ ഗുഡ് മെനി എന്ന ഒരു യൂസേജ് വന്നാൽ എങ്ങനെയായിരിക്കും വേർബ്? എ ഗുഡ് മെനി എന്ന് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ സെൻസ് ആയിരിക്കും. എ ഗുഡ് മെനി പാസഞ്ചേഴ്സ് ആർ ദെയർ എന്ന് വേണം പറയാൻ. ഇനി പെയേഴ്സ് ആയിട്ട് വരുന്നത്, അതായത് 2 ആയിട്ടാണ്. സിസേഴ്സ്, നമുക്കറിയാം കത്രികയ്ക്ക് 2 കാലുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിസേഴ്സിനെ നമ്മൾ പ്ലൂറലായിട്ടാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്ലൂറൽ സെൻസ് ആണ്. സീസേഴ്സ് ആർ എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെയാണ് കണക്കാക്കുന്നത്. ട്രൗസേഴ്സ്, നമുക്കറിയാം ട്രൗസേഴ്സ് എന്നാണ് പറയുന്നത്, ട്രൗസർ എന്നല്ല, ട്രൗസേഴ്സ് ഒന്നിച്ചാണ് കണക്കാക്കുന്നത്. പാൻസ്, കാരണം 2 കാലുകളുള്ളത് കൊണ്ട് പാൻസ് എന്നാണ് പറയുന്നത്, പാൻറ്റ് എന്നല്ല, പാൻസ് ആണ്. അതുപോലെ ഷൂസ്, സ്പെക്ടക്കിൾസ്, നിക്കേഴ്സ്, ബൈനോക്കുലേഴ്സ് ഇങ്ങനെയാണ്. നോക്കിക്കേ, ദോസ് ഷൂസ് ആർ ഓഫ് നോ യൂസ് ടു മീ, എനിക്ക് ആ ഷൂസ് ഒരു ഗുണവും എനിക്കില്ല, ഞാനത് യൂസ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഷൂസ് ആർ എന്നിവിടെ വന്നു. ഇനി ഒരു ജോഡി ഷൂവിനെ കുറിച്ചാണ് പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ എടുത്തു പറയാം? ഒരു ജോഡി ഷൂവിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അങ്ങനെയാണെങ്കിൽ ദിസ് പെയർ ഓഫ് ഷൂ എന്ന് പറയാം. ഓക്കെ, ദിസ് പെയർ ഓഫ് ഷൂ ഈസ് ഓഫ് നോ യൂസ് ടു മീ എന്ന് പറയാവുന്നതാണ്. നെക്സ്റ്റ് റൂൾ ഇതാണ്, എയ്തർ ഓർ ചേർത്ത് വരാനുള്ള സെൻറ്റൻസ് നമ്മൾ കാണാറുണ്ട്. അതുപോലെ നെയ്തർ നോർ ചേർത്ത് വരാനുള്ള സെൻറ്റൻസും കാണാറുണ്ട്. എന്താണ് എയ്തർ ഓർ വരുന്നത്? ഒന്നുകിൽ അയാൾ അല്ലെങ്കിൽ ഇയാൾ, ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് എന്നുള്ള മീനിങ് ആണ്. നെയ്തർ നോറോ അയാളുമില്ല ഇയാളുമില്ല, അല്ലെങ്കിൽ അതുമില്ല ഇതുമില്ല എന്നുള്ള മീനിങ്. അപ്പോൾ എയ്തർ മേരി ഓർ ജോൺ ഹാസ് ടു കം, ഇങ്ങനെ എയ്തർ മേരി ഓർ ജോൺ എന്ന് പറഞ്ഞതിനർത്ഥം എന്താണ്? ഒന്നുകിൽ മേരി അല്ലെങ്കിൽ ജോൺ ഇവിടെ വരണം, അതായത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് സിംഗിളറായിട്ടാണ് കണക്കാക്കുന്നത്. എയ്തർ മേരി ഓർ ജോൺ ഹാസ് ടു കം, ഒന്നുകിൽ മേരി അല്ലെങ്കിൽ ജോൺ വരണം. എയ്തർ ദ ഗേൾസ് ഓർ ദ ബോയ്സ് ഹാവ് ടു കം, ഒന്നുകിൽ ഗേൾസ് അല്ലെങ്കിൽ ബോയ്സ് ഇവിടെ വരണം. അതുകൊണ്ട് ആരെക്കുറിച്ചാണ്? ഗേൾസ്, ഒന്നുകിൽ ഗേൾസ് അല്ലെങ്കിൽ ബോയ്സ്. അപ്പോൾ ഏതൊരു വിഭാഗം വന്നാലും രണ്ടും പ്ലൂറലിൽ കിടക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ പ്ലൂറലായിട്ടുള്ള വേർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഹാവ് ആണ് വന്നിരിക്കുന്നത്. ഇനി എയ്തർ മേരി ഓർ എനി അതർ ഗേൾസ് ഹാവ് ടു കം, അതായത് നോക്കിക്കേ, ഒന്നിൽ സിംഗുലറും മറ്റതിൽ പ്ലൂറലുമാണ്. അതായത് ഒന്നുകിൽ മേരി അല്ലെങ്കിൽ മറ്റേതെങ്കിലും
ഏതെങ്കിലും പെൺകുട്ടികൾ വരണം. അപ്പോൾ നമ്മൾ ഏതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആൾ സിംഗുലറാണോ പ്ലൂറലാണോ നോക്കും. ആരാണ് ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? ഗേൾസ് എന്നാണ്. അതുകൊണ്ട് ഗേൾസിന് ചേരുന്നത് ഹാസ് ആണോ? അല്ല, ഹാവ് ആണ്. അതുകൊണ്ട് ഹാവ് വന്നു. ഇനി തിരിച്ചായിരുന്നെങ്കിലോ എയ്ത് ഓൾ ദ ഗേൾസ് ഓർ മേരി ആയിരുന്നെങ്കിലോ ഹാസ് ടു കം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഹാസ് വന്നേനെ, കാരണം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മേരിയെയാണ്. അതുകൊണ്ട് അടുത്തത് നെയ്തർ ഷീ നോ ഹെർ ചിൽഡ്രൻ. ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ചിൽഡ്രൻ ആയതുകൊണ്ട് നമ്മൾ പ്ലൂറലായിട്ടുള്ള ആറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് റൂൾ ഇതാണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ നമുക്കറിയാവുന്നതാണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളതാണ്. ഞാൻ, നമ്മൾ, ഞങ്ങൾ, ഇതൊക്കെയാണ് ഐ, വി. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നീ, നിങ്ങൾ എന്നൊക്കെയാണ്. തേർഡ് പേഴ്സൺ അറിയാം, നമ്മുടെ കൂടെ ഇല്ലാത്ത ആൾ, അവൻ, അവൾ, അത്, അവർ, ഇതൊക്കെയാണ് തേർഡ് പേഴ്സണിൽ വരുന്നത്. ഇനി നമ്മൾ പറയുമ്പോൾ മലയാളത്തിൽ ഞാൻ, നീ, നിങ്ങൾ, ഞാൻ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇംഗ്ലീഷിന് ഒരു റൂളുണ്ട്. ഇതാണ്, ആദ്യം നമ്മൾ പറയേണ്ടത് സെക്കൻഡ് പേഴ്സണെ വേണം പറയാൻ, പിന്നെ നമ്മൾ തേർഡ് പേഴ്സണെ പറയണം, പിന്നെ വേണം ഫസ്റ്റ് പേഴ്സണെ സംബോധന ചെയ്യാൻ. അവനും ഞാനും അല്ലെങ്കിൽ അവളും ഞാനും നീയും എന്നെങ്ങനെ പറയും? ഇംഗ്ലീഷിൽ പറയുമ്പോൾ യു വരണം ആദ്യം. യു, ഷീ ആൻഡ് ഐ ഹാവ് ടു സ്പീക്ക്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ആരാണ്? ഐ. ഞാനായതുകൊണ്ട് ഐക്ക് ചേരുന്ന ആളാരാ? ഹാവ് ആണ്. അതുകൊണ്ട് ഹാവ് വന്നു, ടു സ്പീക്ക്. അടുത്തത് അവളും ഞാനുമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പറയും? ഷീ ആൻഡ് ഐ. ഷീ വരണം ആദ്യം, പിന്നെ വേണം ലാസ്റ്റ് ആയിരിക്കണം ഫസ്റ്റ് പേഴ്സൺ വരേണ്ടത്. ഐ ഹാവ് ടു കം. ഇനി നിങ്ങളും ഞാനും ആണെങ്കിലോ യു ആൻഡ് ഐ ഹാവ് ടു ഗോ. അതായത് ഇവിടെ നിങ്ങളും ഞാനുമാണ്, അപ്പോൾ നിങ്ങൾ വരണം ആദ്യം, പിന്നെ ഞാൻ. അപ്പം സെക്കൻഡ് പേഴ്സൺ ആദ്യം വന്നു, പിന്നെ ഫസ്റ്റ് പേഴ്സൺ. ഇനി സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണേ ഉള്ളെങ്കിലോ ഫസ്റ്റ് പേഴ്സൺ ഇല്ലെങ്കിലോ നോർമലി ആ റൂൾ അനുസരിച്ച് ആദ്യം സെക്കൻഡ് പേഴ്സൺ വരണം, പിന്നീട് തേർഡ് പേഴ്സൺ വരണം, പിന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ. ഇതാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത് സെക്കൻഡ് പേഴ്സൺ ആദ്യം വരേണ്ടത്, പിന്നെ വരേണ്ടത് തേർഡ് പേഴ്സൺ, പിന്നെ വരേണ്ടത് ഫസ്റ്റ് പേഴ്സൺ. റൂൾ നമ്പർ 15. മോർ ദാൻ വൺ എന്നുള്ള യൂസേജ് വന്നാൽ, അതുപോലെ മെനി എ എന്ന യൂസേജ് വന്നാലും നമ്മൾ പിന്നെ വരുന്ന വേർബ് സിംഗുലർ ആയിരിക്കും. മോർ ദാൻ വൺ അറ്റംപ്റ്റ് വാസ് മെയ്ഡ്. കണ്ടോ, മോർ ദാൻ വൺ എന്ന് പറഞ്ഞത് കൊണ്ട് അതിനുശേഷം വരുന്നത് വേഴ്സ് ആണ്. അതിന് നമ്മൾ സിംഗിളറായിട്ടാണ് കണക്കാക്കുന്നത്. മെനി എ സ്റ്റുഡൻറ്റ് ഈസ് വെയ്റ്റിംഗ് ദ റിസൾട്ട്. മെനി എ ആയതുകൊണ്ട് ഇസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈച്ച്, എവ്രി, എയ്തർ, നെയ്തർ ഇങ്ങനെയുള്ള യൂസേജ് വന്നാലും സിംഗിളറായിട്ടാണ് കണക്കാക്കുന്നത്. എവ്രി സ്റ്റുഡൻറ്റ്, അതുപോലെ ഈച്ച് സ്റ്റുഡൻറ്റ് ഹാവ് അല്ല ഹാസ് ആണ്. എയ്തർ ഓർ നെയ്തർ വന്നാലും സിംഗുലറാണ് യൂസ് ചെയ്യുന്നത്, പ്ലൂറൽ അല്ല. ഓർത്തിരിക്കുക, ഈച്ച്, എവ്രി, എയ്തർ, നെയ്തർ ഇതൊക്കെ വന്നാൽ വരേണ്ടത് സിംഗുലറായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. ഇനി ഈച്ച് ഓഫ്, എവ്രി വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, വൺ ഓഫ്, നോട്ട് വൺ ഓഫ് ഇങ്ങനെയൊക്കെ വന്നാലോ? ഇങ്ങനെയൊക്കെ വന്നാൽ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈച്ച് ഓഫ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവ്രി വൺ ഓഫ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന നൗൺസ്, അതായത് പറയുന്ന ആളുകളെ പ്ലൂറലായിട്ട് പറഞ്ഞാലും ഉപയോഗിക്കുന്ന വേർബ്, അതായത് സബ്ജക്ട്സ് പ്ലൂറലായിട്ട് വന്നാലും വേർബ് സിംഗുലർ ആയിരിക്കണം. ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാസ് സ്കോർഡ് ഗുഡ് മാർക്സ്. ഈച്ച് ഓഫിന് ശേഷം ആര് വരണം? പ്ലൂറലായിട്ടുള്ള നൗൺ വരണം. ബോയ് അല്ല, ബോയ്സ് എന്ന് തന്നെ യൂസ് ചെയ്യണം. ബോയ്സ് എന്നാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിലും പിന്നെ വരേണ്ട വേർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കണം. ഇത് ഈച്ച് ഓഫിൻ്റെയും എവരി വൺ ഓഫിൻ്റെയും എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, വൺ ഓഫ്, നോട്ട് വൺ ഓഫ് എന്ന ഈ വേർഡ്സിൻ്റെ യൂസേജസിൻ്റെ റൂൾ ആണ് ഇത്. റൂൾ നമ്പർ 18. ഈച്ച് അല്ലെങ്കിൽ എവ്രി, ഓഫ് ഒന്നുമില്ല, ഈച്ച് അല്ലെങ്കിൽ എവ്രി ഏതെങ്കിലും ഒന്നുകിൽ ഈച്ച് അല്ലെങ്കിൽ എവ്രി വന്നാൽ അവിടെ എന്തായിരിക്കാം? അവിടെ സിംഗുലറായിട്ടാണ് കണക്കാക്കുന്നത്. ഈച്ച് മാൻ, വിമൻ ആൻഡ് ചൈൽഡ് ഹാസ് എ ഡ്യൂട്ടി ടു ഡു. ഇതാണ് ഈച്ചോ എവ്രിയോ വന്നാൽ സിംഗുലറായിട്ടാണ് കണക്കാക്കേണ്ടത്.